ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MA 102 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫിഫ്ത് മൊഡ്യൂൾ ആയിട്ടുള്ള വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യാം, എന്താണ് അതിന്റെ ഫൊറിയർ സീരീസ് സൊല്യൂഷൻ, എങ്ങനെയാണ് ഫൊറിയർ സീരീസ് സൊല്യൂഷൻ ആയിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ BTech മാത്തമാറ്റിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. Solve one-dimensional wave equation by the method of separation of variables. One-dimensional wave equation എന്ന് പറയുന്നത് ഇതാണ്. ഡെറിവേഷൻ പഠിക്കണം, അത് നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോയില്. ഇത് സൊല്യൂഷൻ ആണ് കൂടുതലും പ്രോബ്ലംസും വരുന്നത് സൊല്യൂഷൻ തന്നെയാണ്. അപ്പോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/c² ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ള വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി എന്താണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഒരു വേവ്, ഒരു സ്ട്രിങ്, രണ്ട് എൻഡ് പോയിന്റിൽ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു സ്ട്രിങ്. ഈ സ്ട്രിങ്ങിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ആ വൈബ്രേഷനിൽ വരുന്ന ആ വൈബ്രേഷൻസിന്റെ മെഷർമെന്റ്, ആ വൈബ്രേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെയാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് യു എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഇവിടെ ലെങ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ടി എന്ന് പറയുന്ന ടൈം ആണ്. ദെൻ ഈ വൈബ്രേഷന്റെ ആ ഒരു കർവാണ് നമ്മൾ യു ഓഫ് എക്സ് ടി ആയിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പോ പെർട്ടിക്കുലർ പോയിന്റില് എക്സ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ടൈമില് യു ഓഫ് എക്സ് ടി, അതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എഴുതേണ്ടി വരിക. ഓക്കെ, അപ്പോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനിൽ പറയാം. അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ എന്തായാലും സൊല്യൂഷൻ എഴുതുമ്പോൾ ഇതിന് ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും ഉണ്ടാവും. ആ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം, അത് ഇതിന്റെ കൂടെ നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോ അല്ലെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ മാത്രമേ കിട്ടുള്ളൂ, ഒരു മോഡിഫൈഡ് ഫോമിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല. അപ്പൊ ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷനും നിങ്ങൾ ആദ്യം ഇതിന്റെ ബൗണ്ടറി ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുക. യു ഓഫ് 0t ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് at ഈക്വൽ ടു 0. യു എ അല്ലെങ്കിൽ എൽ എടുത്താലും മതി, എല്ലാവർക്കും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ LT. ഇവിടെ നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. 0 എന്ന് പറഞ്ഞ പൊസിഷനില് ഇവിടെ വൈബ്രേഷൻ, യു എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് വൈബ്രേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ആ വൈബ്രേഷൻ ഇല്ല, 0 ആണ്, ഫിക്സഡ് ആണ് ഈ പോയിന്റ്. ദെൻ എൽ എന്ന് പറയുന്നതിന്റെ ടോട്ടൽ ലെങ്ത്, ഈ ഒരു എൽ എന്ന് പറഞ്ഞ പോയിന്റിലും ഇവിടെ വൈബ്രേഷൻ ഇല്ല, അവിടെയും വൈബ്രേഷൻ 0 ആണ്. ഇനീഷ്യൽ വൈബ്രേഷൻസ് ഈ രണ്ട് പോയിന്റുകളിലും, രണ്ട് എൻഡ് പോയിന്റുകളിലും 0 ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻസ് നോക്കാം നിങ്ങൾ. ആ ഇനീഷ്യൽ കണ്ടീഷൻ ഇതാണ്. യു ഓഫ് എക്സ് 0, ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യു, അതായത് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സ് ആണ്. ഇത് ഇനീഷ്യൽ പൊസിഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനീഷ്യൽ പൊസിഷൻ ടൈം 0 ആവുമ്പോൾ, അതായത് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ദെൻ യു ടി ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി, പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കിട്ടുക എന്നുള്ളത് നമ്മൾ കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പൊസിഷൻ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പൊ യു ടി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ യു ടി ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് ജി ഓഫ് എക്സ്, ഇനീഷ്യൽ പൊസിഷൻ ആണ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങാം. സോൾവ് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ലെറ്റ് യു ഓഫ് എക്സ് വൈ മീൻസ് യു ഓഫ് എക്സ് ടി, ഇൻഫാക്ട് വേരിയബിൾ ടി ആയതുകൊണ്ട് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ബി ദ സൊല്യൂഷൻ. ഇതാണ് സൊല്യൂഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ദെൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കണ്ടുപിടിക്കാം. ഡോ യു ബൈ ഡോ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ടി. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ടി. Okay, then dou u by dou t equal to x t dash. Dou square u by dou t square is equal to x t double dash. Okay, ഇത് രണ്ടും നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നോക്കാം.
ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക എക്സ് ഡബിൾ ഡാഷ് ടി ഈക്വൽ ടു 1/c² ഇൻറ്റു x double dash t equal to 1/c² into x into t double dash. Okay, separate ചെയ്യാൻ രണ്ട് സൈഡിലേക്ക് ആയിട്ട് x double dash by x equal to 1/c² into t double dash by t. Okay, now we can take this as k. ഒരു കോൺസ്റ്റന്റ് k ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. Then നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ x double dash by x equal to k എന്ന് കിട്ടും and t double dash equal to c കൂടെ ക്രോസ് മീൻസ് ഓക്കെ അതിവിടെ നിർത്തിയിട്ട് ആദ്യം പിന്നെ ക്രോസ് ചെയ്താൽ മതി c² t equal to k എന്ന് കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക x double dash equal to kx x double dash minus kx equal to 0 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ t double dash equal to c² k t എന്ന് കിട്ടും. t double dash equal to kc². ഓക്കെ മൈനസ് ചെയ്താൽ മതി മൈനസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഇതാണ് ഇവിടുത്തെ സോൾവ് ചെയ്യേണ്ട സെപ്പറേറ്റ് ഇക്വേഷൻസ്. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ കെനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇത് ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂവിനനുസരിച്ചാണ് ഇതിന്റെ സൊല്യൂഷൻ കിട്ടുക. ഈക്വൽ ടു കെ ആണ് സൊല്യൂഷൻ കിട്ടുക. അപ്പൊ കെയുടെ വാല്യൂ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് 3 കേസുകളായിട്ട് എടുക്കാം. കേസ് 1 ഇഫ് കെ ഈക്വൽ ടു 0. k 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കുക. ഇക്വേഷൻ എങ്ങനെ മാറും? x ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്ന് മാറും. t ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്ന് മാറും. ഇനി ഇതിന് ഓക്സിലറി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ m² ഈക്വൽ ടു 0 എന്ന് കിട്ടും. എവിടെയും m² ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ m ഈക്വൽ ടു 0 0 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് വരും. എവിടെ m ഈക്വൽ ടു 0 0 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് വരും. രണ്ടും സെയിം റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഹോമോജനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം. x ഈക്വൽ ടു c1 പ്ലസ് c2x ഇൻറ്റു e റേസ് ടു mx അല്ലെ. ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് 0x അതാണ് x കിട്ടുക. അതുപോലെ തന്നെ t എന്ത് വരും? c1 c2 ഇവിടെ എഴുതിയതുകൊണ്ട് c3 പ്ലസ് c4 ഇൻറ്റു എക്സിന് പകരം t ആണ്. വാരിയബിൾ t ആയതുകൊണ്ട് t എഴുതാം. e റേസ് ടു 0t ദാറ്റ് ഈസ് c1 പ്ലസ് c2x ആദ്യത്തെ സൊല്യൂഷൻ ഇൻറ്റു ഓക്കെ ഫസ്റ്റ് സൊല്യൂഷൻ അതാണ് വരിക എക്സിന്റെ വാല്യൂ. അതുപോലെ തന്നെ t ന്റെ വാല്യൂ c3 പ്ലസ് c4t. Finally, the solution u of xt equal to എന്താ വരിക? x into t ആണ് സൊല്യൂഷൻ. c1 plus c2x into c3 plus c4t എന്ന് കിട്ടും സൊല്യൂഷൻ. ഫസ്റ്റ് കേസിലെ സൊല്യൂഷൻ ഇതാണ് when k equal to 0. ഇനി അടുത്ത കേസ് എടുക്കാം. കേസ് 2 if k is പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് we can take p² because സ്ക്വയർ എടുക്കുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവിന്റെ കേസാണ്. കെ പോസിറ്റീവ് ആകുമ്പോൾ വരുന്ന കേസാണ്. കെ ഈക്വൽ ടു p² ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് ഇങ്ങനെ മാറും. എക്സ് ഡബിൾ ഡാഷ് മൈനസ് p² x ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്സിലറി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ m² മൈനസ് p² ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. ദെൻ m² is equal to p². m ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് p. രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ വരിക? c1 e raised to px plus c2 e raised to minus px. ഇതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. p യുടെ വാല്യൂ m ന്റെ വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്നത്. രണ്ടാമത്തതിൽ എങ്ങനെ വരും? രണ്ടാമത്തെ ഇക്വേഷനിൽ വ്യത്യാസം t ഡബിൾ ഡാഷ് മൈനസ് p² c² t ഈക്വൽ ടു 0 ആണ്. ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ m² മൈനസ് p² c² ഈക്വൽ ടു 0 എന്ന് വരും. ms ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് pc. ഫോർ t യുടെ വാല്യൂ t ഈക്വൽ ടു ഇവിടെ c1 c2 എഴുതിയതുകൊണ്ട് c3 e raised to pct പ്ലസ് c4 e raised to മൈനസ് pct. ഓക്കെ അപ്പൊ t x ആയിട്ടുണ്ട്. അത് നമുക്ക് സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ ആസ് u of xt equal to xt that is equal to c1 e raised to px plus c2 e raised to minus px into c3 e raised to cpt അല്ലെ. c3 e raised to cpt plus c4 e raised to minus cpt. ഓക്കെ ഇതാണ് രണ്ടാമത്തെ കേസിന്റെ സൊല്യൂഷൻ വരിക. ഇനി മൂന്നാമത്തെ കേസും കൂടെ നമ്മൾ എടുക്കാം. മൂന്നാമത്തെ കേസിൽ k നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കേസ് 3 ഇഫ് k ഈക്വൽ ടു മൈനസ് p². നെഗറ്റീവ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ മൈനസ് p² എടുത്തത്. p² എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മൈനസ് p² എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. എക്സ് ഡബിൾ ഡാഷ് പ്ലസ് p² x ഈക്വൽ ടു 0യും പിന്നെ t ഡബിൾ ഡാഷ് പ്ലസ്
p square c square t equal to 0 ആണ് വരുന്നത്. ഓക്സിലറി ഇക്വേഷൻ m square plus p square equal to 0 വരും. m square is equal to minus p square നെഗറ്റീവ് ആയതുകൊണ്ട് കോംപ്ലക്സ് ആണ് വരിക, പ്ലസ് ഓർ മൈനസ് ip. ഓക്കെ, ഇതപ്പോ സൊല്യൂഷൻ കോംപ്ലക്സ് വരുമ്പോൾ സൊല്യൂഷൻ എഴുതാൻ നമുക്കറിയാം x equal to e raised to alpha x വേണം. ഇവിടെ ഈ ആൽഫയുടെ ടേം ഇല്ല, ബീറ്റയുടെ ടേം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് c1 cos px plus c2 sin px ആയ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തത് ഇത് ടീന്റെ സൊല്യൂഷൻ നോക്കാം. നമുക്ക് ടീന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ m square plus p square c square equal to 0 എന്ന് കിട്ടും. m square is equal to minus p square c square. m is equal to plus or minus ipc എന്ന് വരും. ഫോർ ടിയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം, t equal to c3 cos pct അല്ലെ, cos pct plus c4 sin pct എന്ന് കിട്ടും. ഓക്കെ, ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ u of xt equal to xt, that is equal to c1 cos px plus c2 sin px into c3 cos cpt plus c4 sin cpt. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ വരിക. അപ്പൊ 3 പോസിബിൾ സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇത് ഒരു ട്രാൻസ്വേഴ്സ് വൈബ്രേഷനെ ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ വേവുകളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് ഫോമില് സൈനിന്റെയും കോസിന്റെ ഒക്കെ ഫോമിൽ ആയതുകൊണ്ട് കൂടുതലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും ഇതിന് സ്യൂട്ടബിൾ ആവുക. ഫോർ ദാറ്റ് നമ്മൾ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ദെൻ ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനും ബൗണ്ടറി കണ്ടീഷനും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? u of 0t equal to 0. അത് x ന് 0 കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? u of 0t കൊടുത്തു കഴിഞ്ഞാൽ u of 0t equal to x കാണുന്നിടത്തൊക്കെ 0 കൊടുക്കാം. ദാറ്റ് ഈസ് c1 cos 0 plus c2 sin 0 into c3 cos cpt plus c4 sin cpt എന്ന് വരും അല്ലെ. ഇനി u of x0 നമുക്ക് 0 ആണ് തന്നത്, u of 0t നമുക്ക് 0 ആണ് തന്നിട്ടില്ല. അപ്പൊ 0 ഈക്വൽ ടു ഇവിടെ c1 into cos 1 വരും, പ്ലസ് ഇത് 0 ആയി പോവും. then c3 cos cpt plus c4 sin cpt ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇവിടെ ഇത് ഫൈനലി ഇത് c1 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ c1 into ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിന്റെ വാല്യൂ 0 എന്നാ പറയുന്നത്. ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഐദർ ഇത് 0 ആയിരിക്കണം അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കണം. ഇനി ഇത് 0 ആണെങ്കിൽ സൊല്യൂഷൻ കംപ്ലീറ്റ് എന്തായി? 0 ആയി പോയി. അപ്പൊ ഇതിനാണ് 0 ആവാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ c1 ഈക്വൽ ടു 0 എന്ന് എടുക്കും. അങ്ങനെ c1 0 ആണെങ്കിൽ സൊല്യൂഷൻ എന്തായി? u of xt ഈക്വൽ ടു c1 ഇല്ല, പിന്നെ c2 sin px into c3 cos cpt plus c4 sin cpt എന്ന് വരും. ഓക്കെ, ദെൻ ഇതിന് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻ u of lt ഈക്വൽ ടു 0. x ന് l കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. l കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കൂ. u of lt ഈക്വൽ ടു x കാണുന്നതൊക്കെ l കൊടുക്കുക. c2 sin അല്ലേ, sin pl into c3 cos cpt plus c4 sin cpt. ഓക്കെ, x കാണുന്നത് മാത്രമാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതിന്റെ വാല്യൂ എന്തായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്? 0 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് 0 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് 0 ആണെങ്കിൽ 0 ഈക്വൽ ടു c2 sin pl into c3 cos cpt plus c4 sin cpt എന്നല്ലേ വരിക. ഇനി ഇത് 0 ആണെങ്കിൽ ഈ കോൺസ്റ്റന്റ് 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓൾറെഡി c1 0 ആയിട്ടുണ്ട്. ഇനി c2 കൂടെ 0 ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകില്ലേ. അപ്പൊ c2 ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. പിന്നെ ഇത് 0 ആയി കഴിഞ്ഞാലും സൊല്യൂഷൻ മുഴുവനായിട്ടും 0 ആവും. പിന്നെ എന്താണ് നമുക്ക് 0 ആക്കാൻ പറ്റുക? sin pl നെയാണ് 0 ആക്കാൻ പറ്റുക. sin pl ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം sin x ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു n പൈ ആണെന്ന് അറിയാം. അപ്പൊ sin pl ഈക്വൽ ടു 0 ആണെങ്കിൽ pl ഈക്വൽ ടു എന്തായിരിക്കും? n പൈ ആയിരിക്കും. ഫ്രം ദിസ് നമുക്ക് l ന്റെ വാല്യൂ കിട്ടും. l is equal to n pi by p എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ ഏതിൽ സോറി നോട്ട് l p l ന്റെ വാല്യൂ ഇല്ല നമുക്ക് വേണ്ടത്. p യുടെ വാല്യൂ ആണ്. p ഈക്വൽ ടു n pi by l.
ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ സൊല്യൂഷനിൽ. ഇവിടെയാണ് സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെ മാറും. എക്സ് ടി ഈക്വൽ ടു C2 sin n pi x by L, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മള് ഇൻറ്റു C3 cos t കാണുന്നിടത്തൊക്കെ n pi ആണ് നമ്മൾ കൊടുക്കുന്നത്. Cn pi t by L, ഓക്കെ, പ്ലസ് C4 sin Cn pi t by L ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ. ഈ ഫോമിലാണ് ഇരിക്കുക. ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ഇതിന് ഒരു സിഗ്മ ടൈപ്പ് സൊല്യൂഷൻ എഴുതാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ y1 ഒരു സൊല്യൂഷനും y2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ C1y1 പ്ലസ് C2y2 എന്ന് പറയുന്നത് വേറെ സൊല്യൂഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് C1 C2 C4 ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു കമ്പൈൻഡ് ആയിട്ട് ഒരു എല്ലാത്തിനും കൂടെ ഒരു സിഗ്മ യൂസ് ചെയ്തിട്ട് ഈ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാം. u of xt ഈക്വൽ ടു സിഗ്മ C3 cos Cn pi t by L plus C4 sin Cn pi t by L into C2 sin n pi x by L. ഈ കോൺസ്റ്റന്റുകളൊക്കെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യും. C2 നെ നമ്മൾ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സിംഗിൾ കോൺസ്റ്റന്റ് ആക്കി മാറ്റുക. അപ്പൊ C3 into C2 നെ ഒരു കോൺസ്റ്റന്റ് ആക്കുക, C4 into C2 നെ മറ്റൊരു കോൺസ്റ്റന്റ് ആക്കുക. ഫോർ ദാറ്റ് ദർഫോർ നമുക്കിവിടെ an ഉം bn ഉം യൂസ് ചെയ്യാം. കോസിന്റെ കൂടെ an ഉം സൈനിന്റെ കൂടെ bn ഉം. ദർഫോർ u of xt എന്ന് പറയുന്ന സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. സിഗ്മ ഓവർ n an cos Cn pi t by L plus bn sin Cn pi t by L into sin n pi x by L. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് ഫൊറിയർ സീരീസ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബൗണ്ടറി ഇനീഷ്യൽ കണ്ടീഷൻസും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇനീഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും കൂടെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ u of xt x 0 ആയിരുന്നു. u of x 0 എന്ന് പറയുന്നത് f of x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കി നോക്കൂ. f of x ഈക്വൽ ടു t ക്കൊക്കെ 0 കൊടുക്കുക. സിഗ്മ an cos 0 പ്ലസ് bn sin 0 into sin n pi x by L എന്ന് വരും. അപ്പോ ഇവിടെ നോക്കിയാലോ സിഗ്മ an പ്ലസ് ഇത് 0 ആയി പോയി അല്ലെ. an ഇൻറ്റു സൈൻ n pi x by L എന്നാണ് വന്നിട്ടുള്ളത്. സിഗ്മ an ഇൻറ്റു സൈൻ n pi x by L എന്ന് പറയുന്നത് എന്താണ്? ഫൊറിയർ സൈൻ സീരീസ് എക്സ്പാൻഷൻ ആണ് അല്ലെ. അപ്പൊ ഫൊറിയർ സൈൻ സീരീസ് എക്സ്പാൻഷൻ ആണെങ്കിൽ അതിനകത്ത് an കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ. ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ an ആയിട്ട് n ഈക്വൽ ടു 2 by L. ഫൊറിയർ സൈൻ സീരീസ് ആണ് 2 by L ഇന്റഗ്രൽ 0 to L f of x into sin n pi x by L dx. ഇതാണ് an കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പൊ ഇത് ഫൊറിയർ സീരീസിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഇതിൽ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ നോക്കി നോക്കാം. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ut ഓഫ് xt ആദ്യം xt എന്ന് എടുക്കാം. സിഗ്മ an ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് t വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ ആ വരിക മൈനസ് സൈൻ Cn pi t by L into Cn pi by L. Okay, plus bn into സൈനിന്റെ ഡെറിവേറ്റീവ് cos Cn pi t by L into Cn pi by L. Okay, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു t ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. pi x by L എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ t ക്ക് 0 എന്നുള്ളത് ut of x 0
that is equal to ഇത് g of x ആണ്. g of x equal to sigma t 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. ഓക്കെ, ഇത് മാത്രമാണ് വാല്യൂ ഉണ്ടാവുക. an ന്റെ ടേം കംപ്ലീറ്റ് 0 ആയി പോയി. bn into cn pi by l cos cn pi t by l എന്ന് വരും. ഓക്കെ, ആൻഡ് t ക്ക് 0 അല്ലേ നമ്മൾ കൊടുക്കുന്നത്. t ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം 0 ആയി പോയി. അപ്പൊ cos 0 എന്നാ കിട്ടുക ഇവിടെ. cos 0 into sin n pi x by l എന്ന് വരും. Now it is equal to sigma bn into cn pi by l sin n pi x by l എന്ന് വരും. ഇതും എന്തുതന്നെയാണ്, ഫൊറിയർ സൈൻ സീരീസ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് കോൺസ്റ്റന്റ് നമുക്ക് ഫൊറിയർ സൈൻ സീരീസിന്റെ ഫോർമുലയിൽ യൂസ് ചെയ്തിട്ട് എഴുതാം. കോൺസ്റ്റന്റ് പറയുമ്പോൾ ബി എൻ മാത്രമല്ല, അത് മൊത്തമായിട്ടുണ്ട്. bn into cn pi by l is equal to 2 by l integral 0 to l g of x into, കാരണം ഇത് g of x ആണ്, g of x into sin n pi x by l dx എന്ന് വരും. അപ്പൊ ഇതിനകത്ത് സിംപ്ലിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു l നമുക്ക് കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബി ന്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഈ ബാലൻസ് വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും, ബി ന്റെ വാല്യൂ. Okay, so bn is equal to 2 by cn pi integral 0 to l g of x into sin n pi x by l dx. Okay, ഇതാണ് bn ന്റെ വാല്യൂ. ദാറ്റ് ഈസ് നമുക്ക് അറിയാവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ എഴുതി വെക്കണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ സൊല്യൂഷൻ u of xt equal to sigma an into cos cn pi t by l plus bn into sin cn pi t by l into sin n pi x by l, where an is equal to 2 by l integral 0 to l f of x into sin n pi x by l dx, where f of x is the initial position, and bn is equal to 2 by cn pi integral 0 to l g of x into sin n pi x by l dx. ഇതാണ് ഫൊറിയർ സീരീസ് അല്ലെങ്കിൽ ഫൊറിയർ സൊല്യൂഷൻ, ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയും 10 മാർക്കിന്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചിലപ്പോൾ ചോദിക്കുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഇത് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആ കെയുടെ വാല്യൂ കൊടുത്തിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് 3 മാർക്കിന്റെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കെ ഈക്വൽ ടു 0, കെ നെഗറ്റീവ്, കെ പോസിറ്റീവ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുവരെ ഡിറൈവ് ചെയ്യാനും 3 മാർക്കിന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ്, അതിന്റെ ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഫൊറിയർ ഫോർമാറ്റിൽ, ഫൊറിയർ സീരീസിന്റെ ഫോർമാറ്റിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ എവിടെ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.